എല്ലാവർക്കും നമസ്കാരം. 2022 ആദ്യത്തെ ദിവസം ജനുവരി 1. ജനുവരി 1 എന്ന് പറയുമ്പോൾ പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് അത് ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയാണ്. നാം അനുസ്മരിക്കപ്പെടുന്ന ആ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമാകട്ടെ. ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാർ ഓർത്തഡോക്സിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. അവരുടെ ദൈവശാസ്ത്രത്തിലൂടെയൊക്കെ നാം സഞ്ചരിച്ചിട്ടുള്ളതാണ്. ഈ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം സഭ അവരെ അനുസ്മരിക്കുമ്പോൾ കപ്പദോക്യൻ പിതാക്കന്മാർ എന്നു പേരിൽ കൂടി അറിയപ്പെടുന്ന ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാർ വളരെയധികം പുകഴ്ത്തപ്പെടുന്ന പിതാക്കന്മാരാണ്. ശ്രേഷ്ഠന്മാരാം ബെസേലിയോസ് ഗ്രിഗോറിയോസ് ഇവർ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവെ ഞങ്ങൾക്ക് അർഹത ഏകണമേ എന്ന് നമ്മൾ വർഷത്തിൽ മുഴുവനും തന്നെ അവരെ അനുസ്മരിക്കുന്നവരാണ്. പാഷണ്ഡതകളുടെ വലിയ കാറ്റടിച്ചപ്പോഴും വിശ്വാസ നൗകയെ യഥാഗതിയിൽ നയിക്കുവാൻ ദൈവശാസ്ത്ര പ്രബോധനങ്ങൾ ലിഖിത രൂപത്തിലും വാഗ്രൂപത്തിലും നൽകിയ ആ പിതാക്കന്മാരെ ഈ കാലഘട്ടത്തിൽ അവരുടെ സ്മരണ വളരെ വിശേഷതയുള്ളതാണ്. പ്രത്യേകിച്ച് സ്വന്തം ദൈവം ആരാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പോലും പകച്ചു നിൽക്കുന്ന വിഭാഗങ്ങൾ സുവിശേഷത്തിന്റെ മൊത്തവ്യാപാരികളാണെന്ന് അവകാശപ്പെടുന്ന ദുർഗതിയുടെ ഈ കാലഘട്ടത്തിൽ ഈ പിതാക്കന്മാരുടെ സ്മരണ നമുക്ക് നമ്മുടെ വീഥികളിൽ രജത വെളിച്ചമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാകാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളിൽ അഭയപ്പെടുന്നു. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ അയക്കുന്നുണ്ട്. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരത്തിൻ്റെതായ ഒരാവേശവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവിക വെളിപ്പാട് ഓരോ മനുഷ്യനും അർഹതപ്പെട്ടതാണ്. ലോകത്ത് പ്രധാനമായും ദൈവത്തെ സംബന്ധിച്ച വെളിപ്പാടുകൾ, ദൈവത്തെ വെളിപ്പെടുത്തിയ പല ആളുകളും, പ്രധാനമായും നമ്മളെ സംബന്ധിച്ച് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന 3 ദൈവിക വെളിപ്പാടുകളാണുള്ളത്. ഒന്ന്, മോശ വെളിപ്പെടുത്തിയ ദൈവമാണ്. ദൈവം ഒന്നേ ഉള്ളൂ. കാരണം ആകാശത്ത് നമ്മൾ ഒരു സൂര്യനെ കാണുന്നുള്ളൂ.
ദൈവം ഒന്നേ ഉള്ളൂ. എന്നാൽ ആ ദൈവത്തെ വെളിപ്പെടുത്തിയത് മോശ വെളിപ്പെടുത്തിയ ദൈവം, മോശയിക ന്യായപ്രമാണം. പിന്നീട് യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം, മോശ വെളിപ്പെടുത്തിയ യഹോവ, അതിനോടനുബന്ധമായിട്ട് വന്നിട്ടുള്ള ന്യായപ്രമാണങ്ങൾ. പിന്നീട് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന സ്വർഗസ്ഥ പിതാവ്. കുറെ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ മുഹമ്മദ് വെളിപ്പെടുത്തുന്ന അല്ലാഹു. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 വെളിപ്പാടുകളും അവയോട് അനുബന്ധമായി വന്നിട്ടുള്ള പ്രമാണങ്ങളും അവരുടെ അനുയായികളും അവർക്കിടയിൽ രൂപപ്പെട്ട തത്വസംഹിതകളും അവരുടെ ഇടയിൽ പ്രബലപ്പെട്ട വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളും ഇവയൊക്കെ തമ്മിലുള്ള പൊരുത്തക്കേടുകളും സംഘർഷങ്ങളും, അങ്ങനെ ഒരു ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കാണുന്നത്. അപ്പൊ അതിൻ്റെ ഒരു പാരമ്യത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. മനുഷ്യനും ദൈവവും എന്ന നിലയ്ക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉന്നതവും ഏറ്റവും ഉദാത്തവുമായ കാര്യം. അതിന് നമ്മൾക്ക് എപ്പോഴാണ് സാധിക്കുന്നത്? അതിന് നമ്മെ സഹായിക്കുന്ന കാഴ്ചപ്പാടുകൾ എവിടെയാണ്? ദൈവത്തെ ഓരോരുത്തർ സ്വന്തം ബാഗിലാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ വിശ്വാസത്തിലുള്ള ദൈവം, ഞങ്ങളുടെ മതത്തിന്റെ ദൈവം, ഞങ്ങളുടെ കുലത്തിന്റെ ദൈവം, ഞങ്ങളുടെ ഗോത്രത്തിന്റെ ദൈവം, ഞങ്ങളുടെ കുടുംബത്തിന്റെ ദൈവം, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ദൈവം. ഇങ്ങനെ ധാരാളം ദൈവസങ്കല്പങ്ങൾ ലോകത്തുണ്ട്. യേശുക്രിസ്തു വന്ന അത്തരത്തിലുള്ള ഗോത്ര ദൈവ, കുലദൈവ സങ്കല്പങ്ങൾ പിടിച്ചിട്ടുള്ള യഹൂദന്മാരോട് തങ്ങളെ രക്ഷിക്കുവാൻ തങ്ങളുടെ ദൈവത്തിന്റെ പ്രവാചകൻ എപ്പോൾ എത്തും, തങ്ങളെ വിടുവിക്കുവാൻ മശിഹ എപ്പോൾ വെളിപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ പുത്രൻ വന്നിട്ട് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് എല്ലാവരുടെയും പിതാവാണ്. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ വെയിലുദിപ്പിക്കുന്ന പിതാവ്, മുഖപക്ഷമില്ലാത്ത സ്വർഗസ്ഥ പിതാവ്. ഇറ്റ് വാസ് വെരി ന്യൂ ടു ദം. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ ക്രിസ്തു വചസ്സുകൾ നമുക്ക് 2 രീതിയിൽ കേൾക്കാൻ പറ്റും. അത് ഒന്ന് കേട്ടു, അതൊരു ഇൻഫോർമേഷൻ ആയിട്ട് അവിടെ നിലനിൽക്കുന്നു. യേശു ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്തുകാരോടൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ചോദിക്കാൻ, they have lot of informations. ഈ ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾ കൊണ്ട്, കാരണം യേശു അങ്ങനെ പറഞ്ഞു. ഈ ബൈബിൾ മത്സരമൊക്കെ ഉണ്ട്. പെന്തക്കോസ്ത് ബ്രദറൻ സഭാ വിഭാഗങ്ങളുടെ ഒരു പ്രധാന പരിപാടിയാണ് ബൈബിൾ മത്സരം, വാക്യ മത്സരം. എത്ര വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നു. അതുപോലെ തന്നെ അവർ പ്രാർത്ഥനയ്ക്കിടയിൽ ഈ വാക്യങ്ങൾ ഇങ്ങനെ ഫിക്സ് ചെയ്യും. കൂടുതൽ വാക്യങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്ന ആള് കൂടുതൽ ആത്മീകനാണെന്നുള്ള ഒരു ധാരണ പെന്തക്കോസ്തരുടെ ഇടയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അവര് ഇങ്ങനെ വാക്യങ്ങൾ ഇങ്ങനെ അതിനകത്ത് ചേർത്ത് വെക്കും. ഈ പ്രാർത്ഥിക്കുമ്പോൾ ചേർത്ത് വെക്കാൻ പറ്റിയ വാക്യങ്ങൾ അവർ മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ കേട്ട് അതിൽ നിന്ന് പഠിക്കും. എന്നിട്ടിങ്ങനെ, അപ്പൊ ആ ഒരു പ്രത്യേക രീതിയാണ്. അപ്പൊ അതുകൊണ്ട് വാക്യങ്ങൾ അവർക്ക് എവിടെ അറിയാം? ആശയതലത്തിൽ ഇൻഫോർമേഷനായിട്ട് അവർക്കറിയാം. അപ്പൊ യേശു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. ഈ സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളത് സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം സിഗരറ്റിന്റെ കൂടെ എഴുതിയിട്ടുണ്ട്. സിഗരറ്റ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ പോസ്റ്റർ കാണും. അപ്പൊ സിഗരറ്റ് വലി is injurious to health, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ഇങ്ങനെയൊക്കെ കാണും ഈ സിഗരറ്റ് കൂടെ. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിലും അവരൊക്കെ അത് വലിക്കും.
അപ്പൊ ഈ അറിവ് രൂപാന്തരത്തിലേക്ക് നയിക്കുന്നില്ല, അല്ലെങ്കിൽ ആ അറിവ് തിരിച്ചറിവായി മാറുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇൻഫോർമേഷൻ. അപ്പൊ ഈ ഇൻഫോർമേഷൻ എന്ന നിലയ്ക്ക് ഇത് നിൽക്കുന്നതിനെ തലയ്ക്കുള്ളിലെ അറിവാണ്, ദ ഹെഡ് നോളജ് ആണ്. ഈ അറിവ് എപ്പോൾ ഹൃദയത്തിലെത്തുന്നോ, അപ്പോ no longer an information, thereafter it is a transformation. അപ്പൊ അതാണ് ക്രിസ്തു വചസ്സിന്റെ പ്രത്യേകത. ക്രിസ്തു പറഞ്ഞ ഒരു വാക്യം നമ്മളിൽ ഇൻഫോർമേഷൻ ആയിട്ട് നിൽക്കുന്നു. തലയ്ക്കുള്ളിൽ അത് സംഭരിക്കപ്പെടുമ്പോൾ അത് ഇൻഫോർമേഷൻ ആകുന്നു. ഹൃദയത്തിലേക്ക് അത് സ്വീകരിക്കപ്പെടുമ്പോൾ അത് ട്രാൻസ്ഫോർമേഷൻ ആകുന്നു. അപ്പൊ ക്രിസ്തു വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ ആണോ, അത് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്തോ? ഇതാണ് ചോദ്യം. അപ്പൊ കർത്താവിന്റെ പ്രബോധനം തുടങ്ങുമ്പോൾ കർത്താവ് പറയുകയാണ്, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവൻ ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്നു. ആ മുഖപക്ഷമില്ല. അപ്പൊ യഹൂദന്മാരുടെ ദൈവം, ആ യഹൂദന്മാരുടെ സ്വന്തം ദൈവം എന്ന ഒരു ചിന്തയിൽ നിന്ന്, അപ്പൊ കഴിഞ്ഞ നാളുകളില് അവരെ സംബന്ധിച്ച് വീരേതിഹാസങ്ങൾ, ചരിത്രാഖ്യായികകൾ, അവരുടെ യുദ്ധഗീതങ്ങൾ, ജയഗീതങ്ങൾ, ഇതൊക്കെയുണ്ട് അവരെ സംബന്ധിച്ച്. അവരിന്ന് അല്പം ക്ഷീണത്തിലാണെങ്കിലും, ഇന്ന് റോമൻ അടിമനുഖത്തിലാണ് യഹൂദൻ നിൽക്കുന്നത് എങ്കിലും അവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്, ഇല്ലേ? അവരെ സംബന്ധിച്ച് പുറകിലേക്ക് നോക്കി കഴിയുമ്പോൾ ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള വിധത്തിൽ. അപ്പൊ അവർക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കും. ശത്രുക്കളുടെ മേൽ ജയഘോഷം കൊള്ളും. ഏദോമിന്റെ മേൽ ഉണ്ടല്ലോ അവരുടെ സങ്കീർത്തനങ്ങളെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ, മോവാബിനെ തകർക്കുന്ന, തുമുലപുത്രന്മാരെ തകർക്കുന്ന, ഏദോമിനെ തകർക്കുന്ന ഒരു ദൈവവിശ്വാസം അവർക്കുണ്ട്. ശത്രുക്കളുടെ മേൽ ജയഘോഷം കൊള്ളുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയുമായിട്ടിരിക്കുമ്പോൾ, അപ്പൊ അതേതാണ്? ഈ ഒരു വിഭാഗത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയും മറ്റ് വിഭാഗങ്ങളെ തകർക്കുകയും ചെയ്യുന്ന, എതിർക്കുന്ന, അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടി കരുത്തിവർക്ക് നൽകുന്ന, യുദ്ധത്തിനായി കൈകളെയും പോരിനായി വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ, അത്തരത്തിലുള്ള ഒരു ദൈവത്തെയും ആ ദൈവത്തിന്റെ പ്രവാചകനെയും ആ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളെയും ആ ദൈവം അയക്കുന്ന മശീഹയെയും ഒക്കെ കാത്തിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ട് യേശു പറയുകയാണ്, എന്റെ സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടന്മാരെയും സ്നേഹിക്കുന്നു, നല്ലവരെയും സ്നേഹിക്കുന്നു. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ. ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ട്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഒരു വികൃതിയായിട്ടായിരിക്കും യഹൂദൻ അതിനെ കേൾക്കുന്നത്. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്. വളരെ ബുദ്ധിമുട്ടായിപ്പോയി. അതായത് ക്രിസ്തുവിന്റെ പ്രബോധനം തുടങ്ങുന്നത് തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന ആ ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോ ആ അവതരിപ്പിച്ച ദൈവവിശ്വാസത്തിന്റെ വിശദീകരണമാണ് പിന്നീട് 3 വർഷം കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിൽ നടത്തിയത്. കർത്താവിന്റെ പ്രബോധനങ്ങളുടെ പിന്നീട് അതിന്റെ ഓരോ പോയിന്റ്സിനെയും എന്ത് ചെയ്യാണ്, നമ്മൾ തുടർന്ന് നമ്മളിങ്ങനെ വായിക്കുമ്പം അതിലുള്ള ഓരോ കാര്യങ്ങളും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഉപമകളിലൂടെ, കഥകളിലൂടെ, പ്രബോധനങ്ങളിലൂടെ ഈ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെ, പിന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിലൂടെ, സകലത്തിലും
കർത്താവ് പഠിപ്പിച്ച, അപ്പൊ കർത്താവ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താണ്? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഇത് നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ പറ്റൂ? നമ്മുടെ പൊടിക്കൈകൾ കൊണ്ടും ചെപ്പടി വിദ്യകൾ കൊണ്ടും നമ്മൾ പ്രസാദിപ്പിച്ച് നമ്മുടെ വരുതിയിലാക്കുന്ന ഒരു ദൈവം എന്ന സങ്കല്പമാണ് നമുക്ക്. ഇതാണ് ഞാൻ ഈ ഗോത്ര ദൈവ സങ്കല്പം എന്ന് പറയുന്നത്. ഉപാസനാമൂർത്തികളെ പ്രീതിപ്പെടുത്തുക ഉപാസനകളിലൂടെ. നമ്മളിപ്പോ ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ എപ്പിക്സ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാടോടി കഥകളും മന്ത്രവാദ കഥകളും ഒക്കെ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഇല്ല. ഇഷ്ടമൂർത്തിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ കൈയൊക്കെ ഇങ്ങനെ മുറിച്ച് ചോരയൊക്കെ ഇങ്ങനെ ഒഴിച്ച്, അപ്പോഴേക്കും ഭക്ത ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള സങ്കല്പം നമ്മുടെ അകത്ത് ഇങ്ങനെ കടന്നുകൂടിയിരിക്കുക. അപ്പോഴാണ് കർത്താവ് വന്നിട്ട് പറയുന്നത്, ദുഷ്ടന്റെ മേലും അവൻ മഴ പെയ്യിക്കുന്നു. അപ്പൊ നിന്റെ പറമ്പിൽ മഴ പെയ്യാൻ വേണ്ടി നീ പ്രത്യേകിച്ച് പ്രിറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുമായിട്ട് നീ ആയിരിക്കുന്ന വിധത്തിൽ ആയിരിക്കുക. മുഖംമൂടികളെ മാറ്റിക്കളയുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ ദൈവത്തിന് നമ്മോട് അറിയിക്കാനുള്ളൊരു കാര്യം അതാണ്, നമ്മൾ ആയിരിക്കുന്ന വിധത്തിൽ ആയിരിക്കുക. അതിനാണ് കർത്താവ് ഏറ്റവും അധികം വിമർശിച്ചത് കപടഭക്തിയെ. നിങ്ങൾ ഇനി കർത്താവിന്റെ പ്രബോധനം നോക്കുമ്പോൾ കപടഭക്തിക്കാരായ പരീശന്മാരെ, കപടഭക്തിക്കാരായ ശാസ്ത്രി, ഇങ്ങനെയാണ്. അപ്പൊ ഈ കപടഭക്തി, ഹിപ്പോക്രസി, സെൽഫ് ഡിസെപ്ഷൻ, ആത്മവഞ്ചന, സ്വയവഞ്ചന, സ്വയം വഞ്ചിക്കുക, എന്നിട്ട് നമ്മൾ മറ്റ് എന്തോ ഒന്നാണെന്ന് അഭിനയിക്കുക. ഇല്ലേ? ഇപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ ഡിസംബർ 31 ഇന്നലെ ആയിരുന്നു ആ കലാപരിപാടി. ഈ പ്രത്യേക രീതിയിലുള്ള കരച്ചിലുകൾ ഇതൊക്കെ നമ്മൾ കേട്ടില്ലായിരുന്നു? കർത്താവ് ഇങ്ങനെയുള്ള കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതോ ഒരു ലൈവിൽ അത് പറഞ്ഞത്, ഒരാൾ എനിക്കത് അയച്ചു തന്നായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ലൈവിൽ പറഞ്ഞ പെന്തക്കോസ്തുകാര്, ഞാൻ പെന്തക്കോസ് എന്ന് പറഞ്ഞ വിഭാഗത്തല്ല പറയുന്നത്, അതിനകത്ത് എല്ലാം വിഭാഗത്തിൽപ്പെട്ടവർക്കും ആ ഒരു ചിന്തയുണ്ട്. അതായത് ഈ പുതിയ വർഷത്തിലേക്ക്, കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ എല്ലാം കഴുകി കളഞ്ഞിട്ട് നമ്മളൊരു പുതുക്കം പ്രാപിച്ചിരിക്കുന്നു. പുതിയ മനുഷ്യനായിട്ടാണ് ഇന്ന് പല ആളുകളും ഈ ജനുവരി 1 എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പുതുക്കം പ്രാപിച്ചു എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ പുതുക്കം പ്രാപിക്കാൻ പറ്റുമോ എന്നുള്ളതും എനിക്കറിയില്ല. നിങ്ങൾ എന്തുമാത്രമാണ് പുതുക്കപ്പെട്ടത്? അതോ പുതുക്കപ്പെട്ടോ? പുതുക്കപ്പെട്ടില്ലയോ? അപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് ഒരാൾ ഇതിങ്ങനെ അയച്ചു തന്നു. ഞാനത് പറയുന്നു, കർത്താവേ ആകേണ്ടതുപോലെ ആയി തീരുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആണ്ടുകളും മാസങ്ങളും കടന്നു പോകുന്നു കർത്താവേ. മനുഷ്യരുടെ നിഴല് പോലെ കടന്നു പോകുന്നു. കരുണ കാണിക്കണമേ കർത്താവേ നിന്റെ ജനത്തിന്റെ പേര്. പിന്നെ നിന്റെ ആത്മാവിനെ അയക്കണം. ഇതെല്ലാം വഞ്ചനയാണ്, ഇതെല്ലാം വ്യാജമാണ്. കാരണം ഹൃദയത്തിന്റെ ആഴത്തിൽ ഇതിലൊന്നും താല്പര്യമൊന്നുമില്ല, ഒരു ഷോയാണ്. അപ്പൊ ഡിസംബർ 31 ആകുമ്പോഴേക്കും ഇതിനൊരു 12 മണിയാകുമ്പോഴേക്കും പൂച്ചയുടെ ആ പാരമ്യത്തിലെത്തി. ഇതാണ് ഇന്നലെ നടന്നത്. ഇത് നടത്തിയിട്ടിരിക്കുന്നവർ കുറച്ചുപേരെന്നെ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രീ യുവർ സെൽഫ് ഫ്രം ദീസ് കൈൻഡ് ഓഫ് ഡിസെപ്ഷൻസ്. ഇത്തരത്തിലുള്ള ദൈവത്തെ കളിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ ഒരു ഇന്റൻഷനെ പോലും അറിയുന്ന ആളാണ് ദൈവം. നിങ്ങൾക്ക് ദൈവത്തെ വഞ്ചിക്കാൻ സാധിക്കില്ല. ദൈവത്തെ വഞ്ചിക്കാമെന്ന്, ദൈവത്തെ ചെറുതായി കാണുന്നവരാണ് ഇത്തരത്തിൽ പ്രാർത്ഥനയിൽ വൈബ്രേഷൻ ഒക്കെ ഇട്ട് ഇവിടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ ചെറിയ ഇന്റൻഷൻസിനെ പോലും, മോട്ടിവേഷനെ പോലും അറിയുന്ന ദൈവം.
10,000 കോടി സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോടുകൂടെ നിങ്ങളെ കാണുന്ന ദൈവം സകലവും അവന്റെ മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇപ്പൊ പുതുക്കം പ്രാപിച്ചവരൊക്കെ ആ പുതുക്കമൊക്കെ ഒന്ന് താഴെ വെച്ചൊന്ന് റിലാക്സ് ആവുക. നമ്മൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള വഞ്ചനകൾ നടത്തുക, ആത്മവഞ്ചന നടത്തുക, ഈ ആത്മവഞ്ചനകളെല്ലാം മാറ്റിവെക്കുക. നമ്മൾ ആയിരിക്കുന്ന വിധത്തിൽ ദൈവത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനാൽ നമ്മൾ വിശേഷതയുള്ളവരാണെന്നും ദൈവം നമ്മുടെ വരുതിയിലാണെന്നും ചിന്തിക്കുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയത് കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്ത് വിഭാഗക്കാരുടെ പ്രചരണമാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? നമ്മൾ ദൈവമക്കളാണ്, വിശേഷതയുള്ളവരാണ് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി. അവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുക, അവരുടെ കൂട്ടങ്ങളിൽ ചെന്നിരിക്കുക, അപ്പോൾ അവർ ദൈവത്തിനോട് കൂടുതൽ അടുത്തവരാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ വലിയ പരിധിയിൽ വിജയിച്ചു. അതിൽ സംശയമൊന്നുമില്ല. സുറിയാനിക്കാരെ, കത്തോലിക്കരെ ഒക്കെ അവരെന്ത് ചെയ്തു? അത് ബോധ്യപ്പെടുത്തി. കഴിഞ്ഞ ഇടയ്ക്ക് കത്തോലിക്ക അച്ഛന്മാരുടെ ചില ആളുകളുടെ പ്രസംഗങ്ങൾ, കമന്റുകൾ ഒക്കെ നമ്മൾ അത്തരത്തിൽ കണ്ടു. പെന്തക്കോസ്തുകാരുടെ വിശ്വാസ തീവ്രത, അവരുടെ ദൈവത്തോടുള്ള അവരാണ് യഥാർത്ഥ ദൈവമക്കൾ, അങ്ങനെയുള്ള ചിന്ത യാക്കോബായക്കാരുടെ ഇടയിലും ഓർത്തഡോക്സുകാരുടെ ഇടയിലും ഒക്കെ അത് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഓൺലൈൻ പ്രോഗ്രാമുകളിൽ കാണുമ്പോൾ യാക്കോബായക്കാരുടെ കൺവെൻഷനുകളും ഓർത്തഡോക്സുകാരുടെ മീറ്റിങ്ങുകളും മാർത്തോമക്കാരുടെ മീറ്റിങ്ങുകളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയെല്ലാം ഈ പെന്തക്കോസ്റ്റൽ ഇൻഫ്ലുവൻസ് കാണാം. ഇനി എത്ര കുളിച്ചാലാണ് ഇതിൽ നിന്ന് നിങ്ങൾ വൃത്തിയാവുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അത്രമാത്രം മലീമസമാക്കിയിരിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ രംഗത്തെ പെന്തക്കോസ്ത് ആശയം. അത് പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട്, പക്ഷെ ഞാനതിനെ പോസിറ്റീവായിട്ടല്ല നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഇന്നലെ ഈ 31-ാം തീയതി ഡിസംബർ 31-ന് ദൈവം ആരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പെന്തക്കോസ്റ്റിൽ നിന്ന് കുറെ ആളുകൾ വന്നതിന്റെ ഒടുവിലായിട്ട് വന്നത് അജു ജോൺ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്. പാസ്റ്ററൊന്നും അല്ല, അദ്ദേഹം ഒരു വിശ്വാസിയാണ്, പക്ഷെ അദ്ദേഹമാണ് വന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പിതാവിനെ ആരാധിക്കുന്നു, ഞങ്ങളുടെ സഭയിൽ പിതാവായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു പാട്ടൊക്കെ കൊണ്ടുവരികയാണ്. ഇതാ നോക്കൂ, ശരിയാണ്, തുടങ്ങുമ്പോൾ പരമപിതാവിന് സ്തുതി പാടാം എന്ന് പറഞ്ഞാണ് ആ പാട്ട് തുടങ്ങുന്നത്. പക്ഷെ അല്പം മുന്നോട്ട് ചെല്ലുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവാണ്. പിതാവിനെ സ്തുതിക്കാമെന്ന് പറഞ്ഞിട്ട് പിതാവിനെ എല്ലാവരും സ്തുതിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള തമാശകള് നമുക്ക് കാണാൻ പറ്റി. ഇതാണ് പെന്തക്കോസ്തിന്റെ ഒരു വലിയ അപകടം. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പാട്ടുകൾക്ക് യാതൊരു തരത്തിലുമുള്ള ദൈവശാസ്ത്ര അടിസ്ഥാനമില്ല. അവരുടെ പാട്ടുകൾക്ക് യാതൊരു തരത്തിലുമുള്ള ദൈവശാസ്ത്ര അടിസ്ഥാനമില്ല. ഉദാഹരണം, ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം. ഞാൻ നിങ്ങളെ അത് കാണിക്കാം, നോക്കുക. ഉദാഹരണത്തിന് സ്വർഗീയ പിതാവെ നിൻതിരുഹിതം എന്ന പാട്ട്, സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് മലയാളം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു ഉദാഹരണം, പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയത്. അപ്പൊ പിതാവിനുള്ള സ്തുതി പാടുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള സോങ്സ് നിങ്ങൾക്ക് കാണാം. ബ്രദർ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇപ്പൊ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു. പരമപിതാവിന് സ്തുതി പാടാം എന്നുള്ളൊരു പാട്ട് നിങ്ങൾ പാടാറുണ്ട്, അത് പിതാവിനെ സ്തുതിക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പാട്ട് ഇങ്ങനെയാണ്: പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകുന്നവൻ. പിന്നെ അടുത്തതാണ്, അമ്മയെ പോലെ എന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ, ആഹാരപാനീയം മേകിയവൻ, നിത്യമായ ജീവനെ നൽകിയിടുന്നു. അപ്പൊ പരമപിതാവിനെ പറ്റി
പാടുക. അടുത്തത്, ഇടയനെ പോൽ എന്നെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്ന് ഏറ്റിയവൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്ക് ഏകിയവൻ. അപ്പൊ ഇത് പിതാവാണോ സ്വന്തം രക്തം ഏകിയത്? അല്ല, കർത്താവ് യേശു ക്രിസ്തു ആണ് സ്വന്തം രക്തം. പക്ഷെ ഇത് എങ്ങനെയാ? അപ്പൊ ആ പിതാവ് യേശു ആണല്ലോ ഇവിടെ പാടുന്നത്. അപ്പൊ ഇത് മോഡലിസം അല്ലേ ഈ പാട്ടിനകത്തുള്ളത്? അപ്പൊ ഇതല്ലേ ബ്രദർ അച്ചു പ്രൊമോട്ട് ചെയ്തത്? നമ്മുടെ ഈ സിയോൻ ഗീതാവലി എന്ന് പറയുന്ന പാട്ടുപുസ്തകത്തിൽ 1500ഓളം പാട്ടുകളുണ്ട്. അത് ബ്രദർ ഷിബുവിന് അറിയായിരിക്കുമല്ലോ. അതെ, 1500 പാട്ടുള്ളതിൽ ബ്രദർ അച്ചു സെലക്ട് ചെയ്ത് ഇവിടെ അവതരിപ്പിച്ചതിനകത്ത് ഉദ്ധരിച്ച പാട്ടാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത പാട്ടുകളാണ്. റാൻഡമായിട്ട് സെലക്ട് ചെയ്തതാണ്. അല്ല, റാൻഡമായിട്ടൊന്നും നമ്മൾ പക്ഷെ ആ പാട്ടിലെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. അതൊരു മോഡലിസ്റ്റിക് കൺസെപ്റ്റ് ആണ്. ഇതാണ് ഈ പ്രശ്നം. നമ്മൾ ഒന്ന് ചൂണ്ടിക്കാണിക്കും, അത് കറക്റ്റ് അല്ല, അടുത്ത് ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് അല്ല. അതായത് ഈ പെന്തക്കോസ്തുകാരുടെ പാട്ടുകൾ വളരെ വ്യാപകമായിട്ട് ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലൊക്കെ പെട്ട ആളുകൾ പാടാറുണ്ട്. മാർത്തോമക്കാർ പിന്നെ അവരെ കൊണ്ടാണ് പാട്ട് എഴുതിക്കുന്നത്. നിങ്ങൾ അതിന്റെ ആ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത് നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ജനുവരി 1 ഞാൻ ഇതിരുന്ന് പറയുന്നതിന്റെ കാരണം, ഈ പുതിയ വർഷത്തെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പുതിയ വർഷം എടുക്കാൻ പറ്റിയൊരു തീരുമാനമാണ്. ഏതാണ്? I will make myself free from all these heretical songs. ഇത്തരത്തിലുള്ള ദുരുപദേശ ഗാനങ്ങളിൽ നിന്ന്, അടിസ്ഥാനരഹിതമായ വൈകാരിക ഗാനാലാപനങ്ങളിൽ നിന്ന്. വൈകാരിക ഗാനങ്ങളാണ് കൂടുതൽ. വികാരങ്ങളെ ഇളക്കി വിടുന്ന ഓരോ കാര്യങ്ങൾ. കർത്താവിനെ സഹായിച്ചു, ഇല്ലേ? കർത്താവിനെ സഹായിച്ചു എന്ന് പാടുമ്പം എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായ ആൾക്കങ്ങ് വികാരം ഇളകുകയാണ്. അവൻ 10 രൂപ സ്വോത്രാഴ്ച ഇടാനിരിക്കുന്നിടത്ത് 100 1000 ഒക്കെ എടുത്തിടും. കാരണം ദൈവം സഹായിച്ചു. അപ്പൊ തന്നെ അവിടെ തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങൾ, മുറിവേറ്റ അനുഭവങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. അവരെ സംബന്ധിച്ച് ആ ഗാനം ആശ്വാസമില്ല. അപ്പൊ അവനത് കുറ്റബോധമാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തോ വലിയ പാതകം, അപ്പൊ ഞാനോ എൻ്റെ പിതാക്കന്മാരോ ചെയ്ത വലിയൊരു പാതകം നിമിത്തം. അപ്പോഴാണ് അടുത്ത പ്രസംഗം വരുന്നത്, അനുഗ്രഹങ്ങളും ശാപങ്ങളും. അപ്പൊ തലമുറയുടെ ശാപമാണ് നിന്നെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ ശാപം പൊട്ടിക്കാൻ അത് കോട്ടയത്ത് ബ്രദേഴ്സ് ഉണ്ട്, കാരമസോ സഹോദരന്മാർ എന്നൊക്കെ പറഞ്ഞ 2 സഹോദരന്മാർ അവിടെ ഇരുന്ന് ശാപം പൊട്ടിക്കുന്നുണ്ട്. അവിടെ ചെന്നാൽ മതിയാകും. അപ്പൊ അവിടെ പോയി ക്യൂ നിൽക്കുകയാണ് ദിവസങ്ങളോളം. അവിടെ പോയി ശാപം പൊട്ടിക്കാൻ നോക്കുകയാണ്. പൊട്ടാത്തവരുണ്ട്, ഒരുപാട്. പൊട്ടാത്തവരാണ് കൂടുതൽ. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ക്രിസ്തീയ പ്രബോധനമല്ല. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇതെല്ലാം ഗോത്ര ദൈവ സങ്കല്പങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഉപോൽപ്പന്നങ്ങളാണ്. ഇതിനെ നിർഭാഗ്യവശാൽ നമ്മളിപ്പോ കാണുന്ന സുറിയാനി സഭയിലെ ആളുകളും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായി കാണുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ബെസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മ ഇന്ന് ഈ ജനുവരി 1 തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഈ വെള്ളയെ നടുക്ക് കൊണ്ടുവന്നതിനായി സ്വോത്രം സ്വോത്രം എന്ന് പറയുന്നത് ജനുവരി 1 തന്നെ ഈ പിതാക്കന്മാരുടെ ഓർമ്മയെ കൊണ്ടുവന്നതിനായി ഞാൻ സ്വോത്രം പറയും. കാരണം ഏറ്റവും ഉദാത്തമായ ഒരു കാര്യമാണ്. കാരണം ഈ ഫസ്റ്റ് ഡേ ഓഫ് ദ ഇയർ നമ്മൾ അവരെ അനുസ്മരിക്കും. സൗണ്ട് തിയോളജി എന്താണ് യഥാർത്ഥ ദൈവശാസ്ത്രം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള വൈകാരിക ഗാനങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു വൈകാരിക ഗാനങ്ങളും നമ്മൾ ഈ സുറിയാനി സഭയുടെ ലിറ്റർജി, കലണ്ടർ, ഇതിനെ രണ്ടിനെ ഓർത്ത് നമ്മൾ സ്തുതിക്കേണ്ടതാണ്. നമ്മൾ ഒരു സുറിയാനിക്കാരനെ സംബന്ധിച്ച് രാത്രി ഈ ഡിസംബർ 31 രാത്രി പോയി എന്നിട്ട് ഞാൻ കാണുന്നതോ, അയ്യോ ഞങ്ങളങ്ങ് സുറിയാനി സഭയുടെ ഭയങ്കര പാരമ്പര്യത്തിൽ മുഴുകി നിൽക്കും, ഞങ്ങളാണ് ഇതിന്റെ സ്വന്തമാണെന്നൊക്കെ പറയുന്ന ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെയാണ്. അവരൊക്കെ ഇന്നലെ പുതുവർഷ കുർബാന, പുതുവർഷ പരിപാടി അവിടെ ഞങ്ങൾ ഇത് നടത്തി. ഇത് മനസ്സിലാകുന്നില്ല. സഭയെ സംബന്ധിച്ച് സുറിയാനി സഭയ്ക്ക് സ്വന്തം കലണ്ടറുണ്ട്, സഭാ കലണ്ടർ.
ആ സഭാ കലണ്ടർ അനുസരിച്ചുള്ള പുതുവർഷം ആരംഭിച്ചത് കൂദേശിത്വയിലാണ്. അപ്പൊ സഭയുടെ ശുദ്ധീകരണവും സഭയുടെ പ്രതിഷ്ഠയും ഇതൊക്കെ നടന്ന് സഭ വിശുദ്ധീകരണത്തിന്റെ വീതികളിലൂടെ സഞ്ചരിച്ച് എൽദോ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ വന്ന് നമ്മൾ ജനന പെരുന്നാളും ആഘോഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓൾറെഡി അവിടെ സംഭവിച്ചു. പിന്നീട് ഈ ഡിസംബർ 31 രാത്രിയിൽ ആളുകൾ പോയിരിക്കുന്നത്. ഇപ്പൊ പെന്തക്കോസ്റ്റിൽ പോകാതിരിക്കാൻ അത് നല്ലൊരു ഇതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളിത് മനസ്സിലാക്കുക, നമ്മുടെ സഭയുടെ ശ്രേഷ്ഠത. അപ്പോൾ തന്നെ പെന്തക്കോസ്റ്റൽ ഗാനങ്ങൾ, അവയുടെ ഇതിവൃത്തം, അതിലെ ദൈവശാസ്ത്ര വിരുദ്ധത, അതുപോലെ മനുഷ്യത്വരാഹിത്യം. ഇപ്പൊ ഒരാൾക്ക് നന്മയുണ്ടായി. ഞാന് കുറെ വർഷം മുമ്പാണ് ഈ കൊട്ടാരക്കരയിലെ ഒരു പ്രാർത്ഥനാ ഹാളിൽ പോയി. അപ്പൊ അവിടെ അന്ന് ഒരു കൊച്ചിന് ഡിസ്റ്റിങ്ഷൻ കിട്ടി എന്ന് പറഞ്ഞ് വലിയ ഒരു ആഘോഷമാണ്. 2 മാർക്ക് കിട്ടിയുണ്ട്, 500 മാർക്ക് കിട്ടിയെന്നു SSLCക്ക്. അപ്പൊ ആ വർഷം SSLC പരീക്ഷ എഴുതേണ്ട കൊച്ച് ക്യാൻസർ ആയിട്ട് RCC കിടക്കുന്ന ആ കൊച്ചുമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. എനിക്കത് വലിയ വിഷമത്തു. വ്യക്തിപരമായിട്ട് ആഘോഷിക്കപ്പെടുക, അതെവിടെയാണ് ക്രിസ്ത്യാനിറ്റി ആവുന്നത്? കർത്താവിന്റെ മനസ്സ് ആ കുഞ്ഞിന്റെ കൂടെ ആയിരിക്കും. എനിക്ക് വലിയ ദുഃഖം തോന്നി. എനിക്കിതിൽ സന്തോഷിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇപ്പൊ ജയങ്ങൾ ആഘോഷിക്കപ്പെടുക, പരാജിതനെ എന്ത് ചെയ്യാണ്? ചവിട്ടി താഴ്ത്തുകയാണ്, മുറിവേൽപ്പിക്കുക. ക്രിസ്ത്യാനിറ്റി അല്ല. അപ്പൊ അത്തരത്തിലുള്ള ഗാനങ്ങൾ, നിങ്ങൾ പെന്തക്കോസ് ഗാനങ്ങൾ നോക്ക്. അടിയനെ ഇത്രയും കൊണ്ടുവന്നു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പിന്നെ യഹോവ അങ്ങ് സഹായിക്കില്ല. യഹോവ യഹൂദന്മാരെ സഹായിച്ച കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. യഹോവ യഹൂദന്മാരെ സഹായിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടായാൽ അതൊക്കെ ദൈവം അവരെ അത്ഭുതകരമായിട്ട് സഹായിച്ചു. അപ്പൊ മറ്റവനെ ദൈവം കൈവിട്ടു. പിന്നെ അതിനുള്ള അടുത്ത വിശദീകരണം, അത് ശാപമായിരിക്കും, പിതാക്കന്മാരുടെ ശാപമായിരിക്കും, തലമുറയുടെ ശാപമായിരിക്കും. ഇങ്ങനെയൊക്കെ ഈ അവസരോചിതമായ ദൈവശാസ്ത്രം ഉണ്ടാക്കുക. നമ്മുടെ പിതാക്കന്മാരാൽ രചിക്കപ്പെട്ടിട്ടുള്ള ആ ലിറ്റർജി നിങ്ങളൊക്കെ ഇപ്പൊ നോക്കൂ. ഈ തങ്കുവിന്റെ പ്രസംഗം, നമ്മുടെ ഈ തങ്കു ബ്രദറെ, തോമസ് ഊട്ടി ബ്രദറെ എന്നൊക്കെ പറയുന്ന ടീമുണ്ട്. അവരുടെ പ്രസംഗം കേട്ടാൽ ശരാശരി ആളുകളൊക്കെ എക്സൈറ്റഡ് ആവും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചകള്, നിങ്ങളുടെ കാറിന്റെ മോഡൽ മാറുന്നു, വെറും എന്താണ് ഹൈൻഡായിയിൽ വരുന്ന അല്ലെങ്കിൽ മാരുതിയിൽ വരുന്ന നിങ്ങൾ BMW വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുമാതിരി സാധാരണ ആളുകളെ എക്സൈറ്റഡ് ആക്കും. തങ്കുവിന്റെ പ്രസംഗം കേട്ടാല് നമ്മുടെ യൂസഫ് അലി എക്സൈറ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂസഫ് അലി എക്സൈറ്റഡ് ആവുമെന്ന് എനിക്കറിയത്തില്ല. അംബാനിയോ അദാനിയോ ഒക്കെ അത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു സില്ലി ആയിട്ട് തോന്നും. വളരെ ഒരു കൊച്ചു വർത്തമാനം പറയുന്നത് തോന്നും അല്ലേ? സില്ലി മാറ്റം. ഇപ്പൊ ദൈവം തമ്പുരാൻ കേൾക്കുകയാണല്ലോ. ദൈവം തമ്പുരാൻ കേൾക്കുകയാണല്ലോ ആ പ്രസംഗം. പെന്തക്കോസ്തുകാരുടെ പ്രസംഗമല്ല അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ, പ്രോമിസസ്. ഒന്നുകിൽ ഭീഷണി അല്ലെങ്കിൽ വാഗ്ദാനം. ഇതാണ് പെന്തക്കോസ്റ്റിൽ നമ്മൾ കേൾക്കുക. ഒന്നുകിൽ കൊതിപ്പിക്കുക അല്ലെ പേടിപ്പിക്കുക. നിങ്ങൾ സുറിയാനി സഭയുടെ ആരാധനയിൽ പോയി, യഥാർത്ഥ ക്രിസ്തീയ സഭ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെ ചെല്ലുമ്പോൾ പ്രധാന ശുശ്രൂഷകൻ ജനത്തിന് കൊടുക്കുന്ന ഒരൊറ്റ പ്രോമിസാണ്, ഒരൊറ്റ പ്രോമിസ്. ബാറക്കുമോർ BMW, ബാറക്കുമോർ റോൾസ് റോയ്സ്. ഒറ്റ പ്രോമിസാണ്, ഒറ്റ പ്രോമിസ്. ദാറ്റ് ഈസ് സമാധാനം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഇതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈശോ മിശിഹ കൊടുത്ത പ്രോമിസ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി.
ഇത് വേണ്ടാത്ത ആരാ ഉള്ളത്? യൂസഫ് അലി കേട്ടാൽ വേണ്ടാന്ന് പറയുമോ? അംബാനി കേട്ടാൽ വേണ്ടാന്ന് പറയുമോ? അദാനി കേട്ടാൽ വേണ്ടാന്ന് പറയുമോ? വഴിയിരിക്കെ കിടക്കുന്നവൻ, ഹോംലെസ്, ഭവനരഹിതൻ, പാർശ്വവൽകൃതൻ, RCC കിടക്കുന്നവൻ, തിരുവനന്തപുരത്ത് RCC കിടക്കുന്നവൻ. ഈയിടെ കൊച്ചിന്റെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കൊച്ച് എല്ലാവരെയും ഓൾ ഇൻക്ലൂസീവ് ബെനഡിക്ഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് അതിനകത്ത്. വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോ ധനികനും ദരിദ്രനും പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും ഉന്നതനും താണവനും ഹീനനും അധമനും ഉത്തമനും അധമവർണനും അധകൃതനും ഏവനായിക്കൊള്ളട്ടെ, എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റുന്ന പ്രാർത്ഥനകളാണ് അവിടെ ചൊല്ലുന്നത്. എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റുന്ന പ്രാർത്ഥനകൾ. പക്ഷെ പെന്തക്കോസ്തുകാരുടെ ഒരു യോഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റത്തില്ല. അത് പർട്ടിക്കുലറായിട്ട് അത് ബാധിക്കുന്നവർക്ക് ആമേൻ പറയാൻ പറ്റും. കാരണം സാറാമയുടെ കൊച്ചിനാണ് ഈ ഡിസ്റ്റിങ്ഷൻ കിട്ടിയിരിക്കുന്നത്. അതാ ഇപ്പൊ അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ യാക്കോബ പള്ളിക്കകത്തോട്ട് അവിടെ ശോശപ്പെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. സാറാമയുടെ കൊച്ചിന്റെ ഡിസ്റ്റിങ്ഷൻ അല്ല അവിടെ ആഘോഷിക്കുന്നത്. ഞാനിത് പറയുന്നത് കൃത്യമായും വ്യക്തമായും പെന്തക്കോസ്തൽ ഗ്രൂപ്പുകളിൽ പെട്ടുകിടന്നിട്ടുള്ള മുൻ സുറിയാനിക്കാരോടാണ് പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് എപ്പോഴും പറയാറുണ്ട്, വീണ്ടും പറയുന്നതേ ഉള്ളൂ, തെറ്റിദ്ധരിക്കാതിരിക്കുക. ഞാൻ അങ്ങനെ അബദ്ധം പറ്റിയ ഒരാളാണ്. എന്നെ പോലെ അബദ്ധം പറ്റി കിടക്കുന്ന ആളുകളോടാണ് ഞാൻ പ്രബോധിപ്പിക്കുന്നത്. നമുക്ക് പറ്റിയ അബദ്ധമാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച് നമുക്ക് ചൊല്ലിത്തന്ന നാം ദൈവസുതന്മാരാകാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യപ്പെട്ട. ഈ പിതാക്കന്മാര് നമ്മെ പഠിപ്പിച്ചു നോക്ക്, ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും റെലവന്റ് ആയിട്ട് നിൽക്കുകയാണ്, പ്രസക്തി ഉള്ളതായിട്ട് നിൽക്കുകയാണ്, മൂല്യവത്തായി നിൽക്കുകയാണ്. എവിടെയാ നമുക്ക് തെറ്റിയെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ തങ്കു ബ്രദറിന്റെ ഒക്കെ അനുഗ്രഹം നമ്മൾ കണ്ടല്ലോ. 2019 അഴിച്ചുവിട്ട അനുഗ്രഹമാണ് 2020 50 ലക്ഷം പേരെ കൊണ്ടാ പോയത്. മനസ്സിലായോ? 2021 മെച്ചമായിരുന്നു. ഇപ്പൊ 2023 പേർക്ക് കുതികാലിനിടയിലൂടെ പുതിയൊരു അനുഗ്രഹം വന്നിട്ടുണ്ട്, പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് നമുക്ക് എവിടെ തെറ്റിപ്പോയി എന്ന് പിടികിട്ടും. അതുപോലെ പെന്തക്കോസ്തൽ പാട്ടുകളില് അവരുടെ ശൈലികളില് വശീകൃതരായി ധാരാളം സുറിയാനിക്കാർ, അതിനകത്ത് ചുരുക്കമായി വൈദികർ പോലും സന്യസ്തരും ഒക്കെ അതിനകത്ത് വീണു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങള് യഥാർത്ഥത്തിൽ ഈ ദിവസം, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഈ അനുസ്മരണ ദിനത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതും തിരുത്തേണ്ടതുമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഹെരസിയാണ്. വൈകാരിക അനുഭൂതികളെ ഇളക്കി വിടുക, ആളുകളെ ഗ്രേഡ് ചെയ്യുകയാണ്. ഗ്രേഡ് ചെയ്യുന്ന ഒരു ദൈവസങ്കല്പമാണ്. ദൈവം അവനെ അനുഗ്രഹിച്ചു, ദൈവം ഇവിടെ അവനെ അനുഗ്രഹിച്ചിട്ട്. അങ്ങനെയല്ല, ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുക, ഒരുപോലെ. എന്നിട്ട് യേശു പറയാണ്, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവൻ ഒരുപോലെ മഞ്ഞും മഴയും അയക്കുന്നു, അവൻ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നു. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ ആ ഒരു ചിന്ത, അത് തലച്ചോറിനകത്ത് ഒരു വാക്യത്തിന്റെ ഇൻഫോർമേഷൻ ആയിട്ട് മാത്രം നിൽക്കാതെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഈ ക്രിസ്തുവിന്റെ ഈ പ്രബോധനം ഒരു പരീശനെ പിടിച്ചു കുലുക്കി, അവന്റെ അകത്തെ പരീശത്വത്തെ ഇടിച്ചു തകർത്തു. അപ്പോഴാണ് പൗലൂസ് ശ്ലീഹ എന്ന് നമ്മുടെ അപ്പോസ്തലൻ സഭയ്ക്കുണ്ട്. പൗലൂസ് ശ്ലീഹ ഒന്നാന്തര പരീശനായിരുന്നു, ഒന്നാന്തര പരീശൻ. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്,
ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ഞാൻ 8-ാം നാളിൽ തന്നെ പരിച്ഛേദനയേറ്റവനാണ്, ഞാൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്, ന്യായപ്രമാണത്തിനോടുള്ള തീഷ്ണ നിമിത്തം ക്രിസ്തീയ സഭയെ ഉപദ്രവിച്ചവനാണ്, ഞാൻ ഗമാലിയലിന്റെ കാൽ കീഴിലിരുന്ന് പഠിച്ചവനാണ്, എനിക്ക് റോമാ പൗരത്വം ജന്മനാ സിദ്ധിച്ചവനാണ്. എന്തെല്ലാം യോഗ്യതകളാണ്! ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ലായിരുന്നു. ഞാൻ അത്ര മോശം. ഈ പൗലോസ് ശ്ലീഹ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അദ്ദേഹം പേന എടുത്തിട്ട് എഴുതുകയാണ് റോമാക്കാർക്ക്, നോ ഡിഫറൻസ്. ഈ രണ്ട് വാക്ക് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുമോ? ലോക സമാധാനത്തിനുള്ള ഉത്തമ സൂക്തമാ ഈ രണ്ട് വാക്കാണ്, നോ ഡിഫറൻസ്. ഇതങ്ങോട്ട് എഴുതി വെച്ചാൽ തീർന്നു. ഇല്ല, നമുക്ക് ഡിഫറൻസ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്, പക്ഷെ പറയാം നോ ഡിഫറൻസ്. പൗലോസ് പറയാ നോ ഡിഫറൻസ്, ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി. നാം എല്ലാവരും ഒരുപോലെ ദൈവത്തിന്റെ കരുണ ആവശ്യമുള്ളവരാണ്, ദൈവത്തിന്റെ ദയ ആവശ്യമുള്ളവർ. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിന് വിരുദ്ധമായിട്ടാണ് പൗലോസ് പ്രബോധിപ്പിച്ചത്. യേശുക്രിസ്തുവിനെയും പൗലോസിനെയും തമ്മിൽ ഘടിപ്പിക്കാം. പ്രത്യേകിച്ച് ഇത് ഈ ഇസ്ലാമിക പ്രവർത്തകരുടെ ഒരു പ്രചരണമാണ്. അത് പെന്തക്കോസിലെ ഒരു വിഭാഗക്കാരും പറയുന്നുണ്ട്. പൗലോസ് ശ്ലീഹായെ എതിർക്കുന്ന പെന്തക്കോസുകാർ ഇപ്പം ക്ലബ് ഹൗസിലുണ്ട്. പൗലോസ് അത്ര ശരിയല്ലായിരുന്നൊക്കെ പറയും. പൗലോസ് അവൻ ആരായിരുന്നൊക്കെ ഇന്നലെ ഇരുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ പെന്തക്കോസുകാരുടെ അറിയാൻ പറഞ്ഞു. മുസ്ലിങ്ങൾ പണ്ടേ പൗലോസിലേക്ക് എതിരാണ്. പക്ഷെ പൗലോസ് യേശുക്രിസ്തു പറയാണ്, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഞ്ഞും മഴയും പെയ്യിക്കുന്ന എന്റെ സ്വർഗസ്ഥനായ പിതാവ്, ആ ദൈവത്തെ മോശ വെളിപ്പെടുത്തിയ ദൈവമാണോ, മുഹമ്മദ് വെളിപ്പെടുത്തിയ ദൈവമാണോ, യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവമാണോ? നമ്മുടെ ദൈവം സ്വർഗസ്ഥനായ പിതാവ്, യേശുക്രിസ്തു വെളിപ്പെടുത്തുക. ആ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഗോഡ് ഈസ് എ റിലേഷൻഷിപ്പ്. ഇത് പറഞ്ഞത് യേശുക്രിസ്തു മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ദൈവം എവിടെയാണ്? ഫാർ അബോവ്, ഒരുപാട് കാതങ്ങൾ അകലെ, 1000 കാതങ്ങൾ അകലെ എവിടെയോ ഇരിക്കുന്ന ദൈവം, എ കോസ്മിക് മോൺസ്റ്റർ, ഒരാകാശ ഭീകരൻ. ദൈവം എവിടെയോ ഇങ്ങനെ ഇരിക്കുന്നു. മനസ്സിലായോ? ദൈവം എവിടെയോ ഇരിക്കുന്നു, സ്വർഗങ്ങളിൽ മേഘങ്ങൾക്കിടയിൽ, അപ്പുറത്ത്. പെന്തക്കോസ്തുകാരുടെ ഒരു പാട്ടുണ്ട്, ദൂരെ വാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരെ വാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്നു ഞാൻ. സൂര്യചന്ദ്ര ഗോളങ്ങളെ കടന്നിടരണ്ടും സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര. ഇവന്മാരൊക്കെ ഇനി നാസയെ കണ്ടല്ലോ റോക്കറ്റെല്ലാം കയറ്റി ഇങ്ങനെ വിടണം. അങ്ങനെ ഓ ദൂരത്തര വരുന്നടാ പോടാ, ഇവിടെയാണ് ദൈവം ഇരിക്കും. ഇതൊക്കെ ഇങ്ങനത്തെ ദൈവസങ്കല്പമാണ്. പക്ഷേ ആ ദൈവസങ്കല്പങ്ങൾ നമുക്ക് അപ്രാപ്യമായ അങ്ങങ്ങാണ്ടുള്ള ദൈവം എന്നുള്ള ആ സങ്കല്പത്തെ അതിനെ ഷാറ്റർ ഡൗൺ ചെയ്തുകൊണ്ട് ദൈവം നമ്മുടെ ഇടയിൽ. ഇതാ ദൈവം നമ്മോട് കൂടെ. യുണീക്ക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അല്ല പിന്നെ നമ്മളിതിനെ ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്നു. എന്താ യുണീക്ക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി? ദൈവം മനുഷ്യരോട് കൂടെ, നമ്മിൽ ഒരുവനായി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും
അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ, നമ്മുടെ ഇടയിൽ അവൻ പാർക്കും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ട്രിനിറ്റി എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം. ഇത്രയും അബദ്ധമായ കാര്യം. ഇമ്മാനുവേൽ കാന്റ് എന്ന് പറഞ്ഞ ഈ റിനൈസൻസിന്റെ കാലത്ത് ഒരു ജർമ്മൻ ചിന്തകനുണ്ടായിരുന്നു, ഇമ്മാനുവേൽ കാന്റ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ ട്രിനിറ്റി എന്നുള്ളത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അത് സത്യത്തിൽ നമ്മുടെ ചർച്ച് ലൈഫുമായിട്ടും ഇൻഡിവിജ്വൽ ലൈഫുമായിട്ടൊന്നും ഒരു തരത്തിലും ഒരു റെലവൻസും ഇല്ല എന്ന് പറഞ്ഞു. അത് വലിയൊരു സ്വീകാര്യത കിട്ടി ഈ കാന്റിന്റെ ചിന്തയ്ക്ക്. അതേ തുടർന്നാണ് ഇങ്ങനെ ഒരു 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 സ്ട്രീം ഓഫ് തോട്ട് ഉണ്ടാകുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുമില്ല, നമ്മുടെ സഭാപിതാക്കന്മാരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കാനുള്ളതാണ്, നമ്മൾ ഗ്രഹിക്കാനുള്ളതാണ്, നമ്മൾ അനുഭവിക്കാനുള്ളതാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൂടെ. അപ്പൊ ട്രിനിറ്റി എന്നുള്ളത്, ഗോഡ്, നമ്മൾ അനുഭവിക്കാനുള്ളതാണ്, എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്, എൻജോയ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ദൈവമഹത്വത്തിന്റെ ആ ഒരു ഒഴുക്കാണ്, ജീവന്റെ ഒഴുക്ക്. പൂർണ്ണതകളുടെയും ആശകളുടെയും അഭിലാഷങ്ങളുടെയും അഭിനിവേശങ്ങളുടെയും നന്മകളുടെയും സന്തോഷങ്ങളുടെയും സൗന്ദര്യത്തിന്റെയും എല്ലാം ഒരു നദി ലൈഫായിട്ട് ഒഴുകുകയാണ്. അതാണ് ആ ട്രിനിറ്റിയിൽ നിന്നുള്ള ഒരു ഫ്ലോ മനുഷ്യവർഗത്തെ ചലിപ്പിച്ചുകൊണ്ട് ഒഴുകുകയാണ്. അതാണ് ആ യുഗങ്ങളിലൂടെ ഒഴുകി വരുന്നത് ആ ദൈവകൃപയുടെ വലിയൊരു സാന്നിധ്യം. അത് നമ്മുടെ ഇടയിലാണത്. ഇത് മനസ്സിലാക്കാത്ത അന്ധനായ മനുഷ്യർ, മതങ്ങളുടെ അന്ധത മനുഷ്യർക്കും ബാധിച്ച് അവര് ദൈവം അങ്ങ് ആകാശങ്ങളിൽ എവിടെയോ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണ് തുറക്കുവാനായിട്ട് ഒരു ശിശുവായി ബെയ്ത്തലഹേമിൽ അവൻ വെളിപ്പെടുകയാണ്. അതാണ് ഈ ട്രിനിറ്റി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു, ടൈം ആൻഡ് സ്പേസിൽ വന്ന് നമ്മെ മനസ്സിലാക്കി തരികയാണ് ആരാണ് ദൈവം, എവിടെയാണ് ദൈവം. ഇത് ഈ ക്രിസ്ത്യൻ തിയോളജിയുടെ ഈ വിശേഷത, ഈ സവിശേഷത, ഇത് നമ്മെ മനസ്സിലാക്കി തരുവാൻ ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ള പിതാക്കന്മാരെ അനുസ്മരിക്കുന്ന ഈ ദിവസമാണ്. അല്ലാതെ ദൈവം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള, ഒരിക്കലും നമുക്ക് പിടികിട്ടുകയില്ല, അതുകൊണ്ട് ആ കാര്യം നമ്മൾ ചിന്തിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ തത്വചിന്തകരെ പോലെ ആ തത്വചിന്തകരിൽ അത്തരത്തിലുള്ള സ്വാധീനങ്ങളിൽ നിന്ന് മാറിയിട്ട് ആ ദൈവത്തെ അനുഭവിക്കുവാൻ, ട്രിനിറ്റിയിൽ ആ ത്രിത്വ ദൈവത്തെ അനുഭവിക്കുവാൻ, അപ്പൊ അതിന് പറ്റിയ ഏറ്റവും കൃത്യമായിട്ടുള്ള ദൈവശാസ്ത്രം, ആരാധനാക്രമത്തിൽ തന്നെയുള്ള ഒരു സഭയിൽ ആകുവാൻ നമ്മൾ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ദൈവം തമ്പുരാൻ കനിഞ്ഞ് ഭാഗ്യം കിട്ടുക. നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, കുറെ കൂടെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മളെ തന്നെ അധപ്പതിപ്പിച്ചു. എന്നിട്ട് ചിലരെ അനുഗ്രഹിക്കുകയും ചിലരെ ശപിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിൻപറ്റുന്നു. ഇനി നിങ്ങൾ ചോദിക്കുക, പെന്തക്കോസ്തുകാരുടെ ദൈവം അതല്ലേ ചെയ്യുന്നത്? അല്ലെന്ന് എന്നോട് പറയാമോ? ചിലരെ അനുഗ്രഹിക്കുകയും, ഇനിയിപ്പോ നിങ്ങളുടെ അടുത്തുള്ള, ഇന്ന് രാത്രിയായി പോയി, നാളെ രാവിലെ, അമേരിക്കയിലുള്ളവർക്ക് ഇന്ന് തന്നെ ചോദിക്കണം, ചുമ്മാ ലോകത്ത് വിളിച്ചാൽ മതി, പെന്തക്കോസ്തുകാരുടെ നമ്പർ കാണുമല്ലോ, ഇങ്ങനെ വിളിക്കണം, വിളിച്ചിട്ട് ഇങ്ങനെ ഹലോ. അപ്പൊ നിങ്ങളുടെ ദൈവം ചിലരെ അനുഗ്രഹിക്കുകയും ചിലരെ ശപിക്കുകയും ചെയ്യുന്ന ദൈവം അല്ലേ? അപ്പൊ അവര് കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയാം, അതെ, അന്നേരം പറയണേ എനിക്ക് ആ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് പോണം വെച്ചത് പറ്റുമോ? ചുമ്മാ വിളി. ഇവരുടെ വിഡ്ഢിത്തം നമുക്ക് ഇവരെ ബോധ്യപ്പെടുത്തണം. അത് ഈ 2022 സാധിക്കണം. ഇവരുടെ മൂഢത എത്രമാത്രമാണ്. ക്രിസ്തീയ ദൈവം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവം എന്ന് പറഞ്ഞ് ഇവര് കൊടുക്കുന്ന എന്താണ്?
യഥാർത്ഥ ദൈവത്തെ അല്ല, ഒരു ഗോത്ര ദൈവത്തെയാണ്. ഇപ്പൊ ഈ ഇതുണ്ടല്ലോ, നിങ്ങൾക്കറിയാവോ, നമ്മുടെ കറുവാപ്പട്ട, സിന്നമൻ, ഞാൻ അതിനെ സിന്നാമോൻ എന്നാ പറയുന്നത്. സിന്നാമോൻ, പല പല മോന്മാരുണ്ടല്ലോ. ഈ സിന്നമൻ എന്ന് പറഞ്ഞ കറുവാപ്പട്ട, നമ്മൾ വിപണി കിട്ടുന്ന കറുവാപ്പട്ട എല്ലാം കറുവാപ്പട്ടല്ല, കാസിയ എന്ന് പറഞ്ഞൊരു സാധനമാണ്, വിഷമാണ്. കറുവാപ്പട്ട ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം, കാസിയയാണ് ഈ 70% വിപണി കിട്ടുന്ന കറുവാപ്പട്ട കാസിയ എന്ന് പറയുന്നത്. കാസിയ ഭയങ്കര ആന്തരിക അവയവങ്ങളെയൊക്കെ തകർക്കുന്ന വിഷമുള്ള ഒരു സാധനമാണ്. എനിക്കാണെങ്കിൽ കറുവാപ്പട്ട വലിയ ഇഷ്ടമായി, വെള്ളത്തിലൊക്കെ ഇട്ട് കുടിക്കാൻ. പക്ഷെ കിട്ടുന്നത് കാസിയാണ് കറുവാപ്പട്ടയാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ്. പെന്തക്കോസ്തുകാർ, ഞാൻ പെന്തക്കോസ്തുകാരുടെ ഒരു തരത്തിലും പിണക്കമുള്ള ആളല്ല, ഞാൻ വീണ്ടും പറയാണ്. പെന്തക്കോസ്തിലൂടെ ഇപ്പൊ നമ്മുടെ കുട്ടപ്പഞ്ചേട്ടന്റെ കടയില് കിട്ടുന്ന സാധനം കാസിയാണ്. പക്ഷെ നമുക്ക് കുട്ടപ്പഞ്ചേട്ടനോട് എന്തില്ല, വിരോധമില്ല. ഇല്ല, ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല, ആർക്കും വിരോധമില്ല. പക്ഷെ അവിടെ കിട്ടുന്നത് കാസിയായ. പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനകളിലൂടെയും പാട്ടുകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും വെളിപ്പെടുന്നത് യേശുക്രിസ്തു പഠിപ്പിച്ച ദൈവമല്ല, തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവമാണ്, തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവസങ്കല്പമാണ്. അത് അപകടകരമാണ്. അത് നമ്മുടെ ആത്മീക പോഷണത്തിന് ഉതകുകയില്ല, അത് ആത്മീക ശോഷണത്തിന് മാത്രമേ ഉതകുകയുള്ളൂ. അതുകൊണ്ട് അവരിൽ നിന്ന് അകന്നിരിക്കുക. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ പ്രബോധനങ്ങൾ, അവരുടെ കീർത്തനങ്ങൾ, അവരുടെ പ്രസംഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ദോഷകരമാണ് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ആണ് എനിക്കിന്ന് നിങ്ങളോട് പ്രബോധിപ്പിക്കാനുള്ളത്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പെന്തക്കോസ്തുകാരുടെ ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുവാൻ. 20 ലക്ഷം രൂപയുടെ ചലഞ്ച്. അതില് ചില ആളുകൾ, പെന്തക്കോസ്തുകാർക്ക് മൊത്തത്തിൽ പേടിയായി, പേടിച്ചെന്ന് ഈ ഒന്നാം തീയതി തന്നെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് മോശമാണെന്ന് എനിക്കറിയാം. എന്നാലും പാവങ്ങൾ പേടിച്ചു പോയി. പേടിച്ചെന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും ഭയന്നു, ഈ മുട്ടിടിച്ചു പോയി. പിന്നെ ഈ മാമാങ്കം ഉണ്ടല്ലോ, മാമാങ്കം നടക്കുമ്പം വേറെ പേടിയൊന്നുമില്ല. ഈ സാമൂതിരിയുടെ കാലത്ത്, സാമൂതിരിക്കോൽ ചില ധീരന്മാരിങ്ങനെ പോകും, വലിയ പാരമ്പര്യം കഴിവൊന്നും ഉള്ളവരല്ല, ഇവരെ ഇങ്ങനെ വിടും. അപ്പൊ എല്ലാവരും ഇങ്ങനെ പൊക്കോ പൊക്കോ എന്ന് പറയും. പോകത്തൊന്നുമില്ല, നീ പൊക്കോളാൻ പറയും. അപ്പൊ അവിടെ അതിന് ചാവേറെന്നാ പറയുന്നത്, ചാവേറ്. അങ്ങനെ 4-5 ചാവേറുകളെ ഒരുക്കി വിട്ടു, അവരൊക്കെ വന്നായിരുന്നു. പക്ഷെ ഈ സാമൂതിരി തല കൊയ്തെറിഞ്ഞ് പടകൾ നയിച്ചു എന്ന് പറഞ്ഞാൽ, ഇവിടെ തല കൊയ്യാനൊന്നും ഗ്ലോറിയസ് ഗോസ്പലിൽ ആരുമില്ല. ഇവിടെ വന്നവരെ മാന്യമായിട്ട് സ്വീകരിച്ചിട്ട് ആര് തല വെട്ടാനൊന്നും നിന്നില്ല. അവരെ അപഹസിക്കാവുന്ന, അവരുടെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ച് ആക്ഷേപിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടും നമ്മളത് ചെയ്തില്ല. ഒത്തിരി പേരെ അത് എന്നോട് ചോദിക്കും, അയ്യോ അതെന്തോ പറയാൻ, ഇതെന്തോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അല്ല നമ്മുടെ രീതി. നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമത്തിൽ സംസാരിക്കാൻ വരുന്നവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ, അവർ പറഞ്ഞ അബദ്ധം പോലും എന്ത് ചെയ്തില്ല, ടൂ മച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് പറയാൻ എല്ലാവർക്കും. അങ്ങനെ ആദ്യത്തെ ദിവസം പാസ്റ്റർ ലിജോ ജോസ്, അദ്ദേഹമാണ് ഏറ്റവും ധീരനായ മനുഷ്യൻ. കാരണം ആദ്യം വന്നു കയറി. ധീരതയ്ക്കുള്ള ഒരു അവാർഡ് കൊടുക്കുന്നെങ്കിൽ പെന്തക്കോസ്തുകാർ അദ്ദേഹത്തിന് കൊടുക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന്. ലിജോ ജോസ് പാസ്റ്റർ അദ്ദേഹം വന്നു. അദ്ദേഹം വന്നിട്ട് വലിയ പരിക്ക് പറ്റുന്നില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കണ്ണൂരിൽ നിന്ന് ജോയി സാംസൺ പാസ്റ്റർ, ചർച്ചക്കോടിലെ പാസ്റ്ററാണ്, അദ്ദേഹം രണ്ടാമത് വന്നു. മൂന്നാമത് എറണാകുളത്ത് നിന്നൊരു പാസ്റ്റർ കുഞ്ഞുമോൻ ജോഷുവ പാസ്റ്റർ വന്നു. കുഞ്ഞുമോൻ ജോഷുവ പാസ്റ്റർ വന്നു. അതിനകത്ത് ഏറ്റവും വലിയ രസം, ഇന്നലെ ക്ലബ് ഹൗസിലിരുന്ന് കുഞ്ഞുമോൻ ജോഷുവ പാസ്റ്റർ പറയാണ്, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാ പോയത്, പക്ഷെ ഞാൻ അത് മാത്രം മറന്നുപോയി, ബാക്കിയൊക്കെ പറയാൻ പറ്റിയത്. ഇവിടെ ആരും അദ്ദേഹം സംസാരിച്ച് ഇടപെട്ടില്ല. ഇഷ്ടംപോലെ സമയം കൊടുത്തു, നിങ്ങളെല്ലാം കണ്ടതാണ്. അവസാനം അദ്ദേഹം സംസാരിച്ച് തീർന്നപ്പോൾ, തീർന്നോ പാസ്റ്ററെ, തീർന്നു എന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹം പ്രധാന കാര്യം മറന്നുപോയി. അതൊക്കെ നമ്മുടെ കുറ്റമാണ്. പിന്നെ വന്നത് നമ്മുടെ ബിനു കെ സാം എന്ന അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്റർ, പിന്നെ സിസ്റ്റർ സെലിൻ ജോൺ, പെന്തക്കോസ്തിലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്. ഇത്ര ആളുകൾ വന്നു. ഇത്രയും ആളുകൾക്ക് ഒരു പരിക്കും ഇല്ലാതെ ഇറങ്ങിപ്പോകുന്നു കണ്ടു കഴിഞ്ഞപ്പം ഈ പുറയിൽ നിന്ന് അജു ജോൺ ബ്രദറിന്റെ ഒരു ആഗ്രഹം, അദ്ദേഹം ഇന്നലെ 31-ാം തീയതി അവസാന ദിവസം വന്നു. ഇവരൊക്കെ വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടു. അവരുടെയൊക്കെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്
പോയിന്റ്സ് എടുത്തു വെച്ച് ഇവർ പറഞ്ഞതിൽ നിന്ന് ഒരു ജിക്സോ പസലിൽ നിന്ന് ഒരു രൂപം നമ്മൾ കണ്ടെടുക്കുന്നത് പോലെ നമ്മൾ ശ്രമിക്കുക. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഈ ആഴ്ച തന്നെ ഒരു ദിവസം നമ്മൾ ഇവർ പറഞ്ഞ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശയം രൂപപ്പെടുത്തി എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. അത് ഇതുപോലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കും. ഈ ആ ദിവസങ്ങളിലല്ല, ആ ഒരു പർട്ടിക്കുലർ സെഷനിൽ ഈ പങ്കെടുത്ത, അതായത് ഈ പറഞ്ഞ ജോയ് സാംസൺ പാസ്റ്റർക്കോ, സിസ്റ്റർ സെലിനോ, ബ്രദർ അജുനോ, അല്ലെങ്കിൽ ലിജോയ്ക്കോ, അല്ലെങ്കിൽ കുഞ്ഞോൻ ജോഷോ പാസ്റ്റർക്കോ, ബിനു പാസ്റ്റർക്കോ, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അവർക്കെല്ലാം ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിർബന്ധമില്ല, ഞങ്ങൾ അതിനെപ്പറ്റി വിശകലനം ചെയ്യാണ്. അവരെ മാറ്റി നിർത്തി വിശകലനം ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു പരിപാടിയില്ല. ഞങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സേ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഫ്രീലി ജോയിൻ. അവർക്ക് മുന്നോട്ട് കയറി വരാം. ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു സുതാര്യതയുണ്ട്. അല്ലാതെ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ശൈലിയല്ല, സമ്പ്രദായമല്ല, അത് ഞങ്ങളുടെ പാരമ്പര്യമല്ല. ഞങ്ങൾ ഇവിടെ തുറന്നു വെച്ചോണം. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാം. അപ്പൊ അത് ഈ ആഴ്ച തന്നെ അതിന്റെ ടൈമും സ്കെഡ്യൂളും ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവർഷത്തിന്റെ നന്മയും അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ തന്നെ പെന്തക്കോസ്തൽ ഹെററ്റിക് സോങ്ങുകളിൽ നിന്ന് നിങ്ങളുടെ പള്ളികളെ, നിങ്ങളുടെ ഇടവകകളെ സ്വതന്ത്രമാക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം. കാരണം നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കണമെങ്കിൽ വേറെ എത്രയോ മ്യൂസിക് ഉണ്ട്. ലളിതഗാനങ്ങൾ കേൾക്കാം, നാടകഗാനങ്ങൾ, നാടൻ ഗാനങ്ങൾ, അല്ലെങ്കിൽ സിനിമാ പാട്ടുകൾ ധാരാളം ഉണ്ട്, അല്ലെങ്കിൽ ഗസലുകളുണ്ട്. ഗസലുകളൊക്കെ കേൾക്കും, വളരെ നല്ലതാണ്. അതൊക്കെ മ്യൂസിക്കിൽ സംഗീതാത്മകമായിട്ടൊക്കെ. പിന്നെ ക്വാളിറ്റി ഓഫ് മ്യൂസിക്കും നല്ലതാണ്. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് കേൾക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം. കാരണം പെന്തക്കോസ്ത് പാട്ട് ഇതിനേക്കാളൊക്കെ മോശമാണ്. നിങ്ങൾ വിചാരിക്കുന്നില്ല, ആത്മീയമല്ല, അത് ക്രിസ്തു മശു. ഇപ്പൊ തന്നെ കേട്ടില്ലേ, പിതാവ് കുരിശ തൂങ്ങിയെന്നൊക്കെ പാടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ദൈവദൂഷണവും ദൈവശാസ്ത്ര വിരുദ്ധതയും പാടുകയും കേൾക്കുകയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് സിനിമാ പാട്ട് എന്തെങ്കിലും കേൾക്കുന്നതായിരിക്കും. അത്തരത്തില് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷം ഒരു പെന്തക്കോസ്റ്റൽ ഫ്രീ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ സോങ്സ് ഇല്ലാത്ത ഒരു വർഷമായിട്ട് നിങ്ങളുടെ ജീവിതം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അച്ഛന്മാരോ അങ്ങനെയുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അവരോടും അപേക്ഷിക്കുകയാണ്, നിങ്ങളുടെ ഇടവകകളെ പെന്തക്കോസ്റ്റൽ പാട്ടുകളിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ഒരു വർഷമായിട്ട് നിങ്ങൾ ഒരു പ്രതിജ്ഞ ഉള്ളിൽ എടുക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബെസേലിയോസ്, ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായി തീരട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും